ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. ഏത് സമയത്തും കഴിക്കാം കേട്ടോ. പിന്നെ അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അരിപ്പൊടി അല്പം കൂടിയാലും അരിപ്പൊടി കുറഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. അരിപ്പൊടി കുറഞ്ഞു പോയാൽ നല്ല ഒട്ടലുണ്ടാകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് മധുരത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ബാലൻസിനായിട്ടാണ് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നല്ല ജീരകം, ചെറിയ ജീരകം പൊടിച്ചതാണ്, ക്യുമിൻ സീഡ്, അതിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏലക്കയുടെ പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടിയും ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു 2 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ആവശ്യമാണ്. ഞാനൊരു 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഗോതമ്പ് പൊടി അരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ എന്താ പറയുക വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ശർക്കരയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം വേറെ ഒഴിച്ച് കൊടുത്താലും മതിയാകും. പിന്നെ ഇതൊന്ന് 1.25 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു കല്ലുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതേ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇത് ഒഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിക്കാതിരിക്കുക നല്ലത്. വിസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് ഒഴിക്കുക, ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയും വേണം. അല്ലെങ്കിൽ ആ വിസ്കിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ തിളച്ച ശർക്കര വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കട്ടയായിട്ട് വരും. അപ്പോൾ ഞാനിത് ആദ്യം ഇതെങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ഇതേപോലെ കട്ടയായിട്ടാണ് വന്നത്. അപ്പോൾ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയും ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ആ ശർക്കരപ്പാനി എനിക്ക് പാകമല്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഞാൻ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. വിസ്ക് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഫോർക്ക് കൊണ്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പ് പൊടി ഓരോ ഗോതമ്പ് പൊടിക്കും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് വ്യത്യാസം വരും. അപ്പം വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ കലക്കി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ചുകൂടി വെള്ളം തിളപ്പിച്ചത് അവിടെ എടുത്ത് വെക്കുക. എന്നിട്ട് വേണമെന്ന് നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. എനിക്കിതിലേക്ക് മൊത്തമായിട്ട് ഒരു 2.25 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്തപ്പോൾ എനിക്ക് 2.25 കപ്പ് വെള്ളം, അതായത് 1.25 കപ്പിൽ ശർക്കരപ്പാനിയും ബാക്കി 1 കപ്പ് സാധാരണ ചൂടുവെള്ളവുമാണ് എനിക്ക് വേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് പൊടി ചേർത്തതുകൊണ്ട് തന്നെ ഒരുപാട് ലൂസായിട്ട് വെള്ളം പോലെ ആക്കി എടുക്കരുത്. ഈ ഒരു പരുവമാണ് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുള്ളത്. എപ്പോഴും ഇത് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടിയുടെ അളവ് ഒരുപാട് അങ്ങ് കൂടുതൽ എടുക്കരുത്. ഇപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ 1/2 കപ്പോ 1/4 കപ്പോ അരിപ്പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് എനിക്ക് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ചിരിക്കും. എന്തായാലും അരിപ്പൊടി കുറച്ച് എടുക്കരുത്. അരിപ്പൊടി കറക്റ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ എടുക്കുക. അതിലല്ലെങ്കിൽ ഒരല്പം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അപ്പസോഡ കൂടെ ചേർത്ത് അവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു 1/2 സ്പൂണ് നെയ്യും എടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഒരല്പം നെയ്യ് കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഈ നെയ്യ് കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്തത്. നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 10 ചെറിയുള്ളി ഒന്ന് വട്ടത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മാവിലേക്ക് ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ എണ്ണ വല്ലാതെ അതിലേക്കാകാതെ ഉള്ളി മാത്രമായിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എണ്ണയും ചേർക്കാം. ഞാൻ ഒരുപാട് എണ്ണ വേണ്ടല്ലോ കരുതിയിട്ടാണ് എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അപ്പസോഡ ചേർത്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയും നെയ്യും കൂടി ചൂടാക്കിയത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചട്ടി ചൂടായി ഇട്ട് വേണം നമ്മൾ ഇത് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അതിന് ശേഷം ഒരു 10-15 സെക്കൻഡിന് ശേഷം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
എൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കണ്ടോ, നല്ല ഹൈ ഫ്ലെയിമിൽ ഇരിക്കുമ്പോൾ ഒന്ന് ചെറുതായി ഇങ്ങനെ കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂട്ടിയാണ് വെച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്, അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് ഒരു 1.25 തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഇത് മുഴുവനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്തിട്ടുള്ള അപ്പം നമുക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. ഈസി സ്നാക്കല്ലേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.